الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فاللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഏതാനും ഇടവേളയ്ക്ക് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധമായ വചനങ്ങൾ വിവരിക്കുന്ന നമ്മുടെ ഈ സംരംഭത്തിന് റഹ്മാനായ റബ്ബ് വീണ്ടും നമുക്ക് തൗഫീഖ് നൽകിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. വിശുദ്ധ ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം ഏറ്റവും കൂടുതൽ സുദൃഢമാക്കുകയും അത് നമുക്ക് പഠിപ്പിച്ചു തരുന്ന മാർഗദർശനങ്ങളെ ജീവിതത്തിന്റെ ഭാഗമാക്കുവാനുള്ള പരിശ്രമങ്ങളുടെയും ഭാഗമാണ് നമ്മുടെ ഈ ഒരുമിച്ചു കൂടൽ എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. നമുക്കെല്ലാം സുപരിചിതമായ ഒരു ചെറിയ അധ്യായം സൂറത്തുൽ കൗസർ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതാനും കാര്യങ്ങളാണ് എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് സൂറത്തുൽ ദുഹായിലും അതുപോലെ തന്നെ സൂറത്തുൽ ഇൻശിറാഹിലും ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ച സൂറത്തുൽ കൗസറിലും മഹാനായ റബ്ബ് സുബ്ഹാനഹു വ തആല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകിയിട്ടുള്ള ധാരാളം നിഅമത്തുകളെ എടുത്തു പറഞ്ഞുകൊണ്ട് അവിടുത്തെ സമാശ്വസിപ്പിക്കുകയും അവിടുന്ന് ധാരാളമായി വിമർശകരുടെ വിമർശനം ഏത് കാലഘട്ടത്തിലും ഏറ്റുവാങ്ങിയപ്പോൾ അതിനൊക്കെയുള്ള കൃത്യമായ വ്യക്തമായ മറുപടി അല്ലാഹു നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ഈ 3 അധ്യായങ്ങളും നിലകൊള്ളുന്നത്. സൂറത്തുൽ കൗസറിൽ എന്താണ് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് എന്നുള്ളതാണ് ചേർത്തുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന നിലക്ക് ഇന്നത്തെ നമ്മുടെ സമയത്തിലൂടെ പറയുവാനും വിവരിക്കുവാനും ഉദ്ദേശിക്കുന്നത്. ഏതൊരു മുസ്ലിമായ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും എല്ലാവർക്കും ചെറുപ്പകാലം തൊട്ട് മനഃപ്പാഠമുള്ള വിശുദ്ധ ഖുർആനിലെ ഏറ്റവും ചെറിയ അധ്യായമാണ് സൂറത്തുൽ കൗസർ. ചെറിയ അധ്യായം എന്ന് പറയുമ്പോൾ ആയത്തുകളുടെ എണ്ണം മാത്രം നോക്കിയിട്ടല്ല. ആയത്തുകളുടെ എണ്ണം ഇതിൽ 3 എണ്ണമാണ്. 3 എണ്ണമുള്ള ആയത്തുകളുള്ള സൂറത്തുകൾ വേറെയുമുണ്ട്. എന്നാൽ ഇതിലെ അക്ഷരങ്ങളും പദങ്ങളുമൊക്കെ മറ്റ് ആയത്തുകളെ അപേക്ഷിച്ച് കുറവാണ് എന്ന നിലക്ക് കൂടിയാണ് ഏറ്റവും അഖ്സറായ ഏറ്റവും ചെറിയ സൂറത്തായി സൂറത്തുൽ കൗസർ അറിയപ്പെടുന്നത്. നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ള നിഅമത്തുകൾ നമ്മൾ വിശുദ്ധ ഖുർആനിന്റെ നിരവധി വചനങ്ങളിലൂടെ കേൾക്കുന്നവരാണ്. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിമർശിച്ച ആ കാലഘട്ടത്തിലെ വിമർശകർക്കുള്ള മറുപടി കൂടി ഇതിന്റെ 3-ാമത്തെ ആയത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഏത് കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദൗത്യം തുടങ്ങിയോ അഥവാ ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചുവോ അന്ന് മുതൽ അവിടുത്തെ വിമർശകരും ശത്രു പക്ഷത്തുള്ള ആളുകളും വളരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്നിന്റെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വളരെ അശ്ലീല പദങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മോശമായി ചിത്രീകരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇപ്പൊ തുടങ്ങിയതാണ്, പണ്ടൊന്നും പ്രവാചകൻ വിമർശിക്കപ്പെട്ടിട്ടില്ല എന്ന്. ഇന്നത്തെ ആധുനിക ടെക്നോളജിയുടെ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിന്റെ രൂക്ഷത കുറച്ച് കൂടിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്ത് നോക്കിയിട്ട് തബ്ബൻ ലക്, നിനക്ക് നാശം, നീ തുലഞ്ഞു പോകട്ടെ എന്ന് ഏറ്റവും മ്ലേച്ഛമായ ഭാഷയിൽ സംസാരിച്ചത് അബൂലഹബായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് സത്യത്തിന്റെ പ്രബോധനം എന്ന് ആരംഭിച്ചുവോ അന്ന് മുതൽ ഈ സത്യത്തോടുള്ള ശത്രുക്കളും വളർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. കാലഘട്ടങ്ങളുടെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് ശൈലിയിലും അതുപോലെ തന്നെ രൂപഭാവങ്ങളിലുമൊക്കെ വ്യത്യാസങ്ങൾ കണ്ടേക്കാമെങ്കിലും ഇസ്ലാമികമായ ആശയങ്ങളോട് ഏത് കാലത്തും ശത്രുക്കൾക്ക് എന്നും പക തന്നെയാണ്, വിദ്വേഷം തന്നെയാണ്. കാരണം സത്യത്തോട് അവർക്കുള്ള വെറുപ്പ്, ഈ സത്യം വളർന്നാലുള്ള അവരുടെ വിഷമം, അവരുദ്ദേശിക്കുന്ന തോന്നിവാസങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കാതെ പോകും എന്ന് കാണുമ്പോൾ അവയ്ക്കൊക്കെ എതിരെ അതിശക്തമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇസ്ലാമികമായ കാര്യങ്ങളെ അവർ ഭയക്കുന്നു എന്നുള്ളതാണ് ഏത് കാലത്തും ഇത്രത്തോളം ഇസ്ലാമിനെതിരെ ശത്രുക്കൾ ഉറഞ്ഞു തുള്ളുവാൻ നിമിത്തമായി മാറുന്നത്. എല്ലാ ഭാഗത്തു നിന്നും ഇസ്ലാം വിമർശനങ്ങൾ ഏറ്റുവാങ്ങാനുള്ള കാരണവും അത് തന്നെയാണ്. ഇസ്ലാമിന് ഏതെല്ലാം ഭാഗത്തിന് ശത്രുക്കളുണ്ടോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എല്ലാവർക്കും അവരുടെ കച്ചവടം മുടങ്ങുന്നു, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾ ഇവിടെ മികച്ചു നിന്നാൽ എന്നുള്ളതാണ് കാരണം. എന്താണ് ഈ അനിസ്ലാമികമായ വേഷഭൂഷാദികളുടെയും അതുപോലെ തന്നെ തോന്നിവാസങ്ങളുടെയും വ്യഭിചാരത്തിന്റെയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും മറ്റുള്ള എല്ലാ സൗന്ദര്യ പ്രദർശനത്തിന്റെയും ആളുകൾക്ക് ഇസ്ലാമിനോട് ഇത്ര വെറുപ്പെന്താ? ഇസ്ലാമികമായ അധ്യാപനങ്ങൾ തലമുറയിലെ വ്യക്തികൾ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ ഇവിടെ സൗന്ദര്യവർദ്ധക വസ്തുക്കളും അതുപോലെ തന്നെ ഫാഷൻ ഡ്രസ്സുകളും മദ്യവും മയക്കുമരുന്നും വ്യഭിചാരത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളും ഒക്കെ അടച്ചുപൂട്ടേണ്ടി വരും. അപ്പൊ അവരുടെയൊക്കെ ബിസിനസ്സിന് മുടക്കം വരും ഇവിടെ ഇസ്ലാമികമായ രൂപത്തിലുള്ള അധ്യാപനങ്ങൾ പ്രചരിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് അവരൊക്കെ ഭയപ്പെടുന്നത് ഇസ്ലാമിനെയാണ്. അതുകൊണ്ട് എന്നും ഇസ്ലാമിന് ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. അത് പുത്തരിയല്ല, പുതിയതല്ല എന്ന് പറയാനാണ് ഈ ആമുഖം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഈ അധ്യായം മറുപടി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കിയതുപോലെ അവിടുത്തെ ചരിത്രം, അവിടുത്തേക്കുണ്ടായ മക്കൾ 2-3 ആൺമക്കളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉണ്ടായത്. ബാക്കിയെല്ലാം പെൺമക്കളുമായിരുന്നു. 4 പെൺമക്കളും 3 ആൺമക്കളുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉണ്ടായത്. ഈ 3 ആൺമക്കളുടെയും പ്രത്യേകത, ഒരു പ്രായം അതിൻ്റെതായ ഒരു ഘട്ടം പിന്നിടുമ്പോഴേക്ക് എല്ലാവരും മരണപ്പെട്ടു പോയിരുന്നു എന്നുള്ളതാണ്. ഒരു കുഞ്ഞു പോലും ഒരു 2-3 വയസ്സ് തികഞ്ഞിട്ടില്ല. ഒക്കെ ചെറുപ്പത്തിൽ അങ്ങനെ വഫാത്തായി പോകും. ഇബ്രാഹിം എന്ന കുഞ്ഞ്, ആ കുട്ടി മരിച്ചു. അബ്ദുള്ള, ഖാസിം അവരൊക്കെ മരണപ്പെട്ടു. അങ്ങനെ ഉണ്ടാകുന്ന ആൺകുട്ടികളൊക്കെ മരിക്കും, പെൺകുട്ടികളൊക്കെ ജീവിക്കുന്നുണ്ട്. ഇത് ശത്രുക്കൾ മുതലെടുത്തു. നമ്മുടെ നാട്ടിലുണ്ടല്ലോ അങ്ങനെ. ആളുകളുടെ വിശ്വാസത്തെ ഇസ്ലാമികമായ യഥാർത്ഥമായ തവക്കുലിൽ നിന്ന് മാറ്റിയെടുക്കുവാൻ വേണ്ടി ആർക്കെങ്കിലും എന്തെങ്കിലും അപകടങ്ങളൊക്കെ സംഭവിച്ചാൽ ഒന്നിനു പിറകെ പരീക്ഷണമെന്നോണം മറ്റു ചില അപകടങ്ങളും കൂടി വന്നാൽ അതൊക്കെ മറ്റാരുടെയൊക്കെയോ കുരുത്തക്കേടാണ്, മറ്റാരുടെയൊക്കെയോ പ്രശ്നങ്ങളാണ് എന്ന് തുടങ്ങിയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞ് യഥാർത്ഥ വിശ്വാസം അടിയറച്ചിട്ടില്ലാത്ത ആളുകൾ ശിർക്കിലേക്ക് പോകുന്ന ഒരവസ്ഥയോളം ഇന്ന് എല്ലായിടങ്ങളിലും ഇത്തരം കാര്യങ്ങൾ എത്തിപ്പെടാറുണ്ട്. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ അവിടുത്തേക്ക് ജനിച്ച് ഇങ്ങനെ വളർന്നിങ്ങനെ വരുന്ന കുട്ടികളൊക്കെ മരിച്ചു പോവുകയായിരുന്നു. വാസ്തവത്തിൽ ആൺകുട്ടികളിലൂടെയാണ് തലമുറകൾ നിലനിൽക്കേണ്ടത് എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനുണ്ടാകുന്ന ഈ ആൺകുട്ടികളൊക്കെ മരിച്ചപ്പോ അവിടെ ഉണ്ടായിരുന്ന ഓരോ ആളുകളും, പല ആളുകളും പല ഘട്ടങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അബൂജഹിൽ പറഞ്ഞിട്ടുണ്ട്, അബൂലഹബ് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഉഖബത്ത് ബിൻ അബീ മുഈത്ത് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ആസ് ബിൻ വായിൽ എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പ്രയോഗിച്ചിട്ടുണ്ട്. അബ്തറാണ് മുഹമ്മദ്. എന്താണ് ഈ അബ്തർ എന്ന് പറഞ്ഞാൽ? അബ്തർ എന്ന് പറഞ്ഞാൽ ഭാവി ഇല്ലാത്തവൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഈ ആളുടെ മരണത്തോടുകൂടെ ഇതിവിടെ നാമാവശേഷമായി പോയി, ഈ പ്രസ്ഥാനം ഇവിടെ നശിക്കും. ആ വ്യക്തി മരിക്കുന്നതോടുകൂടി അത് മുഴുവൻ അവസാനിച്ചു. ഇനി അതിനൊരു ഭാവിയില്ല,
ഭാവിയിൽ ഒരാൾ ഇതിനെ കൊണ്ടു നടക്കാനില്ല എന്ന അർത്ഥത്തിലാണ് ഭാവിയില്ലാത്തവൻ എന്നുള്ള ഒരു പ്രയോഗം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അവർ പ്രയോഗിച്ചിരുന്നത്. കാരണം ഇത് കൊണ്ട് നടക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ അത് ഏറ്റെടുക്കാനൊന്നും ആരുമില്ല, പിന്നെ പെൺമക്കളല്ലേ, അതിലൊന്നും കാര്യമൊന്നുമില്ല. അങ്ങനെ മുഹമ്മദിനെ കുറിച്ച് പേടിക്കേണ്ടതൊന്നുമില്ല. മുഹമ്മദിന്റെ ഈ ഒരു പേരും പ്രശസ്തിയും ഒക്കെ മരിക്കോളം മാത്രമേ ഉണ്ടാവുള്ളൂ. മുഹമ്മദിന്റെ മരണത്തോടുകൂടി മുഹമ്മദിന്റെ പ്രസ്ഥാനവും അവിടെ നശിക്കും എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബ്തറാണ്, ഭാവിയില്ലാത്തയാളാണ്. അതേ അവസരത്തിൽ ഈ പറഞ്ഞ ആളുകളോ, ഇവരൊക്കെ പറഞ്ഞു ഞങ്ങൾക്കൊക്കെ നല്ല അരോഗ ദൃഢഗാത്രരായ മക്കളുണ്ട്, നാട്ടിൽ വലിയ പേരുണ്ട്, വലിയ പ്രശസ്തിയുള്ള തറവാട്ടിലാണ്, അത്യുന്നതരായ മക്കളുണ്ട്, സമ്പത്തുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ വലിയ ഭാവിയും ഞങ്ങളെ കുറിച്ചൊക്കെ രാജ്യത്ത് നിലനിൽപ്പിന്റേതായ അടയാളങ്ങളൊക്കെ ബാക്കിയുണ്ട്. മുഹമ്മദ് ആവട്ടെ, മുഹമ്മദ് മരിക്കുന്നതോടുകൂടി മുഹമ്മദിന്റെ എല്ലാ നാശങ്ങളും എല്ലാ കാര്യങ്ങളും പൂർത്തിയാകും. അതുകൊണ്ട് ഒരു ഭാവിയുമില്ലാത്തയാളാണ് മുഹമ്മദ് എന്ന് അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിമർശിച്ചും പരിഹസിച്ചും കുത്തിപ്പറഞ്ഞുമൊക്കെ നടക്കാറുണ്ടായിരുന്നു. അതിന് മറുപടി പറഞ്ഞുകൊണ്ട് അവതരിച്ചിട്ടുള്ള ഒരു സൂക്തമാണ് ഈ സൂറത്തുൽ കൗസർ. ഇതിന്റെ തുടക്കത്തിൽ 3 ആയത്താണല്ലോ ഇതിലുള്ളത്. ഈ അധ്യായം മക്കിയായ സൂറത്താണോ മദനിയായ സൂറത്താണോ എന്നുള്ള വിഷയത്തിലൊക്കെ പണ്ഡിത ലോകത്ത് വ്യത്യസ്തങ്ങളായ വീക്ഷണങ്ങളുണ്ട്. പല വീക്ഷണങ്ങൾ ഉള്ള വിഷയത്തിൽ ഇതിൽ മഹാന്മാരായ പല മുഫസ്സിരീങ്ങളും ഭൂരിപക്ഷം ആളുകളും മക്കി എന്നുള്ളതും മദനി എന്നുള്ളതും ഒക്കെ അഭിപ്രായം പറഞ്ഞവരുണ്ട്. ഏതായിരുന്നാലും അതിനൊക്കെ ഉപോത്ബലകമായ തെളിവുകളും അവർക്കുണ്ട്. മക്കിയായ അധ്യായം മദനിയായ അധ്യായം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, ബിഫോർ ഹിജ്റ, ആഫ്റ്റർ ഹിജ്റ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടുന്നതിന്റെ മുമ്പ് അവതീർണമായ സൂറത്തുകൾക്കാണ് മക്കി സൂറത്തുകൾ എന്ന് പറയുന്നത്. ഹിജ്റക്ക് ശേഷം അവിടുത്തെ ജീവിതത്തിൽ അവതീർണമായ അധ്യായങ്ങൾക്കാണ് മദനി സൂറത്തുകൾ എന്നറിയപ്പെടുന്നത്. അത് അതിന്റെ ഒരു പ്രാരംഭമായ കാര്യമാണ്. ആരെങ്കിലും ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. എന്തായിരുന്നാലും ഈ ഒരു അധ്യായം നമുക്ക് എല്ലാവർക്കും മനഃപ്പാഠമുള്ളതാണ്. എന്നാൽ കൊച്ചു അധ്യായമാണ്. എന്നാൽ ധാരാളക്കണക്കിന് ആശയങ്ങളുടെ കൃത്യവും വ്യക്തവുമായ ആശയ സമ്പുഷ്ടത കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു അധ്യായമാണിത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു തആല ആശ്വസിപ്പിക്കുകയാണ്. നബിയെ, നിങ്ങൾക്ക് ഒന്നുമില്ല, നിങ്ങൾക്ക് ഭാവിയില്ല, നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ പലരും പലതും ഒക്കെ പറയുന്നുണ്ടെങ്കിലും താങ്കളുടെ മനസ്സിൽ അതുകൊണ്ടൊന്നും ഒരു വിഷമവും ഉണ്ടാകേണ്ടതില്ല. തുടക്കം തന്നെ പറഞ്ഞതെന്താണ്? ഇന്നാ അഅ്തൈനാകൽ കൗസർ, തീർച്ചയായും നാം, അല്ലാഹു പറയാണ്, ഇന്നാ തീർച്ചയായും നാം, അഅ്തൈനാക താങ്കൾക്ക് നൽകിയിരിക്കുന്നു, അൽ കൗസർ, കൗസർ നൽകിയിരിക്കുന്നു. കൗസർ എന്ന് പറഞ്ഞാൽ ധാരാളം നന്മ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എന്നാൽ അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യപൂർവം ഇവിടെ ഉദ്ദേശിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു നാളെ പരലോകത്ത് നൽകാമെന്ന് ഓഫർ ചെയ്തിട്ടുള്ള ഒരു നദിയുണ്ട്, കൗസർ തടാകം, ഹൗലുൽ കൗസർ അല്ലെങ്കിൽ കൗസർ ജലാശയം എന്തൊക്കെ നമ്മൾ പറയുന്ന, വിശ്വാസികളായ ആളുകൾ കുടിച്ച് ദാഹം തീർക്കുകയും അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ദാഹിക്കാത്തത്ര പാലിനേക്കാൾ വെണ്മയാർന്ന, തേനിനേക്കാൾ മധുരമുള്ള, കസ്തൂരിയേക്കാൾ സുഗന്ധപൂർണമായ അത്ഭുതകരമായ ഒരു ജലാശയമാണ് അൽ കൗസർ. ആ നദിക്ക് ആ പേര് വരാൻ തന്നെ കാരണം അത് അറിയിക്കുന്നുണ്ട്, അലാ കസറത്തിൽ മിയാഹ്, അതിലെ ജലത്തിന്റെ ആധിക്യം, അതിൽ നിന്ന് വെള്ളം മുക്കി കുടിക്കുവാൻ ഉപയോഗപ്പെടുത്തുന്ന ആനിയത്തുകൾ അഥവാ പാത്രങ്ങളുടെ ആധിക്യം, അതിന്റെ ഏറ്റവും വലിയ പ്രാധാന്യമർഹിക്കുന്ന അതിന്റെ ചുറ്റുപാടുകളിലും ഇരു കരകളിലുമായി ഉയർന്നു നിൽക്കുന്ന മുത്തിനാലും പവിഴത്തിനാലും ഒക്കെയുള്ള ചെറിയ ചെറിയ കുബ്ബകളും അതുപോലെ തന്നെയുള്ള കൃത്യമായ ചില മണിമാളികകളും അവയുടെയൊക്കെ എണ്ണം, ഇതൊക്കെ അറിയിക്കുന്ന പ്രയോഗമാണ് അൽ കൗസർ. കസീർ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം അധികം എന്നുള്ളതാണ്. കസുറ, കൗസർ എന്ന് പറയുന്നത് ധാരാളം ധാരാളം നന്മകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു പറയാണ്, ധാരാളം നന്മകൾ ഞാൻ താങ്കൾക്ക് നൽകിയിരിക്കുന്നു.
അതിലെല്ലാ നന്മകളും പെട്ടു. ഏറ്റവും പ്രധാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ എടുത്തു പറഞ്ഞതാണ് നഹ്റുൻ വഅദനീഹി റബ്ബി, എന്റെ റബ്ബ് എന്നോട് വാഗ്ദത്തം ചെയ്തിട്ടുള്ള ഒരു ജലാശയം, ഒരു നദിയുണ്ട്, അതാണ് അൽ കൗസർ എന്ന് പ്രത്യേകം അവിടുന്ന് എടുത്തു പറഞ്ഞു. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, അഗ്ഫാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഗ്ഫാഅ, ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂല് ഞങ്ങളുടെ കൂടെ ആയിരിക്കെ അവിടത്തേക്ക് ഒരു മയക്കം പോലെ അനുഭവപ്പെട്ടു. സഹാബത്തിന്റെ കൂടെ അള്ളാഹിന്റെ റസൂൽ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന വേളയിൽ പ്രവാചകന്റെ മുഖത്തൊക്കെ ഒരു മാറ്റം വന്നു, കണ്ണുകൾ ഇങ്ങനെ പതുക്കെ കൂമ്പി അടയുന്നു. അങ്ങനെ ഒരു മയക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇങ്ങനെ ബാധിച്ചു. ഫറഫഅ റഅസഹു മുതബസ്സിമാ, ആ മയക്കത്തിന്റെ ശേഷം അതിൽ നിന്നിട്ട് ഉണർന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ തല ഉയർത്തി, എന്നിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. പുഞ്ചിരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പുഞ്ചിരിക്കുന്നുണ്ട്. അപ്പൊ സഹാബത്ത് ചോദിച്ചു, ലിമ ലഹിഖത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്താണ് അങ്ങ് പതിവിന് വിപരീതമായി ഇപ്പോൾ ചിരിച്ചതെന്താണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു ഉൻസിലത് അലയ്യ ആനിഫൻ സൂറ, ഇതാ ഇപ്പോൾ എന്റെ അടുക്കൽ ജിബ്രീൽ വന്ന് ഒരു സൂറത്ത് എനിക്ക് അവതരിപ്പിച്ചു തന്നിരിക്കുന്നു. എന്നിട്ട് ഫഖറഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഇതങ്ങോട്ട് പാരായണം ചെയ്തു. എന്നിട്ട് സഹാബത്തിനോട് ചോദിച്ചു, ഹൽ തദറൂന മൽ കൗസർ, എന്താണ് അൽ കൗസർ എന്ന് നിങ്ങൾക്കറിയാമോ? അവര് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവിനെ അറിയാം, അല്ലാഹുവിന്റെ വഹി ലഭിക്കുന്ന അങ്ങക്കും അറിയാം, ഞങ്ങൾക്ക് അറിഞ്ഞൂടാ എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു, ഹുവ നഹ്റുൻ, അതൊരു പുഴയാണ്. അഅതാനീഹി റബ്ബി അസ്സ വജല്ല ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ എന്റെ റബ്ബ് എനിക്ക് നൽകിയിട്ടുള്ള ഒരു പുഴയാണ്. അലൈഹി ഖൈറുൻ കസീർ, അതിൽ ധാരാളം നന്മകളാണ് ഉൾക്കൊണ്ടിട്ടുള്ളത്. തരിദു അലൈഹി ഉമ്മത്തി യൗമൽ ഖിയാമ, എന്റെ ഉമ്മത്ത് അതിന്റെ സമീപത്തുകൂടി ഖിയാമത്ത് നാളിൽ കടന്നു വരും. ആനിയതുഹു അദദുൽ കവാകിബി, അതിലെ പാത്രങ്ങൾ നക്ഷത്ര സമാനമാണ്. നക്ഷത്രങ്ങളുടെ എണ്ണം എത്രയുണ്ടോ അത്രയും എണ്ണമാണ് അതിലെ പാത്രങ്ങളുടെ എണ്ണം എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ സംബന്ധിച്ച് വിവരിച്ച ധാരാളം ഹദീസുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഏതായാലും സുഹൃത്തുക്കളെ, ഇതാണ് അൽ കൗസർ കൊണ്ട് ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ഉദ്ദേശിക്കപ്പെടുന്ന കാര്യം. എന്നാൽ അതിനും പുറമെ ഹുവൽ ഖൈറുൽ കസീർ ഫിദ് ദുനിയ വൽ ആഖിറ, ഇഹത്തിലും പരത്തിലും അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു നൽകിയിട്ടുള്ള എല്ലാ ഖൈറുകളും ഇതിൽ ഉൾപ്പെടും എന്നാണ്. ഉദാഹരണമായി ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സഹീഹിൽ സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്നുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അദ്ദേഹം പറഞ്ഞു, ഈ അൽ കൗസർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഹുവൽ ഖൈറുൽ ലദീ അഅതാഹു അല്ലാഹു ഇയ്യാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന് നൽകിയിട്ടുള്ള എല്ലാ ഖൈറുകളും അതിൽ ഉൾപ്പെടും. അപ്പോൾ ഒരു ചോദ്യം വന്നു, ചില ആളുകൾ അത് സ്വർഗീയമായ ഒരു നദിയാണെന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ പിന്നെ എന്താണ് താങ്കൾ ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ കാരണം? അപ്പൊ സഈദ് റളിയല്ലാഹു തആല അൻഹു മറുപടി പറഞ്ഞു, അന്നഹ്റുൽ ലദീ ഫിൽ ജന്ന മിനൽ ഖൈറിൽ ലദീ അഅതാഹു അല്ലാഹു ഇയ്യാഹു, അത് ഞാൻ പറഞ്ഞതിന് എതിരല്ല. അള്ളാഹുവിന്റെ റസൂലിന് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗത്തിൽ നൽകുന്ന ആ ഉന്നതമായ നദി ഉണ്ടല്ലോ, അതും ഈ ഖൈറിൽ പെടുന്നു. അപ്പൊ ഖൈറിൽ മുഖ്യമായി ഉദ്ദേശിക്കുന്നത് ആ കൗസർ എന്ന തടാകവും നദിയും തന്നെയാണ്. ആ ഒരു നദിയാണത്. ആ നദിയിൽ നിന്ന് പ്രത്യേകമായി അതൊരു തടാകത്തിലായി വന്നു നിൽക്കും. അതാണ് ഹൗദുൽ കൗസർ എന്ന് പറയുന്നത്. ഹൗലാകുമ്പോൾ അതൊരു തടാകമാണ്. ആ തടാകത്തിൽ വന്ന് ചേരുകയാണ് ഈ നദിയിലുള്ള വെള്ളം. അതിലെ വെള്ളം ഞാൻ നേരത്തെ പറഞ്ഞു, അഹ്ലാമിനൽ അസൽ, തേനിനേക്കാൾ മാധുര്യമുണ്ട്. അതുപോലെ തന്നെ കസ്തൂരിയേക്കാൾ സുഗന്ധപൂർണമാണ്, പാലിനേക്കാൾ വെണ്മയേറിയതാണ്, വെളുത്തതാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. ആ നിലക്കുള്ള
ഒരു അനുഗ്രഹം, അത് അതിന്റെ മുഖ്യമായ ഭാഗമാണ്. അപ്പൊ ഇന്നാ അഅ്തൈനാകൽ കൗസർ എന്ന് പറഞ്ഞാൽ നബിയെ താങ്കൾക്ക് നാം അൽ കൗസർ നൽകിയിരിക്കുന്നു എന്നുള്ളതിൽ ടോപ്പ് ഉദ്ദേശിക്കുന്നത് എന്ത് തന്നെയാണ്? ഈ ഹൗലുൽ കൗസർ അല്ലെങ്കിൽ നെഹ്റുൽ കൗസർ തന്നെയാണ്. പിന്നെ അതിന്റെ പുറമെ അവിടുത്തേക്ക് ഈ ലോകത്തും പരലോകത്തും അല്ലാഹു തആല നൽകിയിട്ടുള്ള എന്തെല്ലാം നിഅമത്തുകളുണ്ടോ, ഖൈറുകളുണ്ടോ, അതൊക്കെ അതിന്റെ താഴെ വരികയും ചെയ്യും. അത് വിശദീകരിക്കുന്ന ഇടത് പണ്ഡിതന്മാർ പറഞ്ഞു ഖുർആൻ അതിൽ ഉൾപ്പെടും. ഖുർആനാണല്ലോ ഏറ്റവും വലിയ ഖൈർ, ഈ ഉമ്മത്തിന് നൽകപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ ഖൈറാണത്. അതുപോലെ അതിന്റെ തഫ്സീർ, അതുപോലെ തന്നെ ഇസ്ലാമിക ശരീഅത്തിന്റെ ലാളിത്യം, അതുപോലെ കസ്റത്തുൽ അസ്ഹാബി വൽ ഉമ്മ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹ് നൽകിയിട്ടുള്ള വലിയൊരു പവറാണ്. ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള ലക്ഷത്തിൽ പരം വരുന്ന പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ അനുയായികളുള്ള പ്രവാചകനാണ് ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ പരലോകത്ത് ചില നബിമാർ വരുമ്പോ അവരെ കൂടെ ആരും ഉണ്ടാവില്ല, ഒരാളെയും കിട്ടിയിട്ടില്ല. ചില നബിമാരുടെ കൂടെ 2 പേര് 4 പേരൊക്കെ ഉണ്ടാവുന്ന, അവർക്ക് അത്രേ കിട്ടിയിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് പറയാണ്, ഞാൻ വരുമ്പോ എന്റെ കൂടെ കണക്കല്ലാത്ത ജനങ്ങൾ ഉണ്ടാകുന്നു. അത്രയും അനുയായികൾ നൽകപ്പെട്ട ഒരു നബിയാണ്. അത് അള്ളാഹുവിന്റെ റസൂലിന് റബ്ബ് നൽകിയിട്ടുള്ള ഒരു വലിയ ബഹുമതിയാണ്. ധാരാളം അനുയായികൾ എന്ന ഖൈർ അവിടുത്തേക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തേക്ക് ഇസ്ലാം, അവിടുത്തെ ഉന്നതമായ ആ സ്ഥാനം അഥവാ റിഫഅത്തുൽ ദിക്ർ, ശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, അലം നശ്റഹ് ലക സദറക വവദഅനാ അൻക വിസ്റക അല്ലദീ അൻഖദ ദഹ്റക വറഫഅനാ ലക ദിക്റക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ പേരും പ്രശസ്തിയും ലോകത്ത് മുഴുവൻ നിലനിൽക്കുകയാണ്. നേരത്തെ ഇവിടെ ആൺകുട്ടികളില്ലാതുകൊണ്ട് ഇനി പേരുണ്ടാവില്ല എന്ന് പറഞ്ഞോരെ ഈ ലോകം വെറുപ്പോടുകൂടെയാണ് ഓർക്കുന്നുവെങ്കിൽ തന്നെ ഓർക്കുന്നത്. പറഞ്ഞ അബൂജഹലാവട്ടെ, അബൂലഹബ് ആവട്ടെ, ഉഖ്ബത്ത് ബിൻ അബി മുഈത്ത് ആവട്ടെ, ആസ് ബിൻ വായിൽ ആവട്ടെ, ഏതൊക്കെ ആളുകൾ അള്ളാന്റെ റസൂലിന് ഭാവിയില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചോ, അവരെയൊക്കെ ഖിയാമത്ത് നാൾ വരെ ഏതെങ്കിലും ആളുകൾ ഓർക്കുന്നുണ്ടെങ്കിൽ തന്നെ വെറുപ്പോടെ അവജ്ഞയോടെ മാത്രമേ അവരെ ഓർക്കുന്നുള്ളൂ. അതേ അവസരത്തിൽ ലോകം കണ്ട നേതാവായ ഒരാൺകുട്ടി പോലും ജീവിച്ചിരിപ്പില്ലാതിരുന്നിട്ടും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോക മുസ്ലിമീങ്ങൾ ജീവിച്ചിരിക്കുന്ന ഇടങ്ങളിലെല്ലാം 5 നേരം അവിടുത്തെ പള്ളി മിനാരങ്ങളിൽ നിന്ന് മുഴങ്ങിക്കേൾക്കുന്നു ആ നാമം, അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വറഫഅനാ ലക ദിക്റക. താങ്കളുടെ സ്മരണയെ നാം ഉയർത്തി തന്നില്ലയോ? റബ്ബിന്റെ പേര് പറയുമ്പോഴൊക്കെ അള്ളാന്റെ റസൂലിന്റെ പേര് പറയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന കൂടെ മുഹമ്മദുർ റസൂലുള്ളാഹ്, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിസ്കാരത്തിൽ പറയുന്ന ഉടനെ അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നിങ്ങനെ. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും അവിടുത്തെ നാമം ലോകത്ത് എന്നുമെന്നും ഉയർന്നു നിൽക്കുകയാണ്. അതേപോലെ തന്നെ അവിടുത്തേക്ക് നൽകപ്പെട്ടിട്ടുള്ള ശഫാഅത്തുൽ ഉലമ, അത് വേറെ ആർക്കും നൽകപ്പെട്ടിട്ടില്ല. മഹ്ശറിൽ അവിടുന്ന് ഈ ഉമ്മത്തിന് വേണ്ടി വിചാരണക്കെടുക്കുവാൻ വേണ്ടി അവിടുന്ന് നടത്തുന്ന ശഫാഅത്തുൽ ഉലമ, അതാണ് ഏറ്റവും വലിയ ശുപാർശ എന്നറിയപ്പെടുന്നത്. അത് ഈ ഖൈറുൽ കസീറിൽ, ഈ അൽ കൗസറിൽ പെടുന്നുണ്ട്. അതേപോലെ തന്നെ അവിടത്തേക്ക് നൽകപ്പെട്ട മുഅ്ജിസത്തുകൾക്ക് സമാനമായ മുഅ്ജിസത്തുകൾ ലോകത്തൊരാൾക്കും നൽകപ്പെട്ടിട്ടില്ല. അതുപോലെ ഇജാബത്തു ദഅവ, അവിടുത്തെ ദുആക്ക് ഉത്തരം ലഭിക്കപ്പെട്ടതുപോലെ ലോകത്തൊരു നബിയുടെയും ദുആക്ക് ഉത്തരം ലഭിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെയുള്ള നിരവധി എണ്ണിയാൽ ഒടുങ്ങാത്ത അൽ ഖൈറുൽ കസീർ നൽകപ്പെട്ടിട്ടുള്ള വ്യക്തിത്വമാണ് ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഇന്നാ അഅ്തൈനാക, തീർച്ചയായും നാം താങ്കൾക്ക് നൽകിയിരിക്കുന്നു അൽ കൗസർ, ധാരാളം നന്മകൾ. അതിൽ ടോപ്പ് സ്ഥാനത്ത് നിൽക്കുന്നതാണ് മറ്റൊരു നബിക്കും നൽകിയിട്ടില്ലാത്ത നഹ്റുൻ വഅദനീഹി റബ്ബി അസ്സ വജല്ല, എന്റെ റബ്ബ് എനിക്ക് പരലോകത്ത് നൽകാമെന്ന് ഓഫർ ചെയ്തിട്ടുള്ള, കരാർ ചെയ്തിട്ടുള്ള അൽ കൗസർ നദി, തടാകം. അതിന്റെ വിശേഷണങ്ങള്, അതിലെ പാത്രങ്ങളുടെ എണ്ണം, അതിന്റെ മണ്ണിന്റെ പ്രത്യേകത, അത് ഒഴുകിക്കൊണ്ടിരിക്കുന്ന മണ്ണിന്റെ പ്രത്യേകത, അതിന്റെ ഇരു കരകളിലും തയ്യാർ ചെയ്യപ്പെട്ടിട്ടുള്ള മുത്തിനാലും ഗോമേതകത്താലും പവിഴത്താലും ഒക്കെയുള്ള അത്യുന്നതമായ വൈരങ്ങളാൽ നിർമ്മിച്ചിട്ടുള്ള, വൈരക്കല്ലുകളാൽ നിർമ്മിച്ചിട്ടുള്ള ആ വിധത്തിലുള്ള ഗോപുരങ്ങളും മണിമേടകളും ഒക്കെ ഹദീസുകളിൽ വർണ്ണനാതീതമായ നിലക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതൊക്കെ നമുക്ക് മനസ്സിലാകാൻ വേണ്ടി അല്ലാഹു തആല പറയാണ്, സ്വർഗത്തിലുള്ള മുത്തും പവിഴവും വെള്ളവും പാലും തേനും എന്നൊക്കെ
നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്നുള്ള നിലക്ക് പറയാ എന്നുള്ളതല്ലാതെ സ്വർഗീയമായ വസ്തുക്കളുടെ എല്ലാം മൊത്തത്തിൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം മാലായിനും ഒരു കണ്ണും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തതാണ് അവിടെ ഉണ്ടാവുക. ഒരു കാതും ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത വളരെ മനോഹരമായ ശബ്ദങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക, നല്ല കാഴ്ചകളായിരിക്കും ഉണ്ടാവുക. ഒരു മനുഷ്യ ബുദ്ധിയിൽ നിരൂപിക്കാൻ പോലും സാധിച്ചിട്ടില്ലാത്ത സുഖ സൗകര്യങ്ങളുടെ ലോകമായിരിക്കും സ്വർഗം എന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. പിന്നെ ഇപ്പൊ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. അതുകൊണ്ട് നമ്മളോട് പാല്, തേന്, റുമ്മാന്, മുന്തിരി, ഈത്തപ്പന, ഈത്തപ്പഴം, പിന്നെ ഫ്രൂട്ട്സ് എന്നൊക്കെ പറയും. അതും ഇതോട്ടൊക്കെ പേരിൽ മാത്രമേ എന്തുള്ളൂ, സാദൃശ്യമുള്ളൂ. ഗുണത്തിലോ മേന്മയിലോ അതിന്റെ മൂല്യത്തിലോ ഒന്നും യാതൊരു ബന്ധവും ഉണ്ടാവില്ല. അത്രയ്ക്കും അത്യുന്നതമാണ് റഹ്മാനായ റബ്ബ് മുത്തഖീങ്ങൾക്ക് ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്വർഗീയമായ സൗഭാഗ്യങ്ങൾ. അള്ളാഹു നമുക്ക് അതിൽ പ്രവേശനത്തിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ സഹോദരങ്ങളെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഏതൊക്കെ കാലഘട്ടത്തിൽ ആരൊക്കെ വിമർശിക്കാൻ വേണ്ടി അവിടുത്തെ ജീവിതകാലത്ത് തയ്യാറായിട്ടുണ്ടോ അപ്പോഴൊക്കെ അതിന് മറുപടി പറയാൻ റബ്ബായത്ത് ഇറക്കല. മറ്റുള്ള നബിമാരൊക്കെ അവരാരും മറുപടി പറയല. മറ്റുള്ള നബിമാരെ കുറിച്ചൊക്കെ അതാത് കാലഘട്ടത്തിലുണ്ടായിരുന്ന ജനങ്ങൾ ഓരോന്ന് പറയുമ്പോ അവരെന്നെ നേരിട്ട് മറുപടി പറയലാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് റബ്ബ് കൊടുത്തൊരു ബഹുമതിയാണ്. അള്ളാന്റെ റസൂലിനെ ആരെങ്കിലും വിമർശിച്ചാൽ റസൂൽ അതിന് നേരിട്ട് മറുപടി പറയില്ല, അള്ളാഹ് തറക്കും, അതിലൂടെയാണ് മറുപടി പറയില്ല. പിന്നെ അതിനൊരു മറുപടി തിരിച്ചിങ്ങോട്ട് പറയാൻ പിന്നെ അവർക്ക് ആർക്കും കഴിയൂല. അത്രയും അത്യുന്നതമായ ഒരു പദവിയുള്ള വ്യക്തിത്വത്തിന്റെ ഉമ്മത്തിലെ മെമ്പർമാരാകുവാൻ നമുക്ക് സാധ്യമായി എന്നുള്ളതും ഏറ്റവും വലിയ നമുക്ക് കിട്ടിയ ഒരു നിഅമത്താണ്. പക്ഷെ ആ നിഅമത്തിന്റെ വലുപ്പം നമ്മൾക്ക് മനസ്സിലാകണമെങ്കിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള മഹബ്ബത്ത് എത്രത്തോളം നമ്മുടെ ഖൽബിൽ രൂഢമൂലമാണ് എന്ന് നമ്മൾ പരിശോധിച്ചേ പറ്റൂ. അള്ളാന്റെ റസൂലിനെ നമുക്ക് കിട്ടി, അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ലോക നേതാക്കളുടെ നേതാവാണ്, ലോക പ്രവാചകന്മാരുടെ ഗുരുവാണ്, എല്ലാവരുടെയും നേതാവായി മഹ്ശറിൽ നിയോഗിക്കപ്പെടുന്ന വ്യക്തിത്വമാണ് എന്നൊക്കെ നമുക്കറിയാം. എന്നിട്ടും നമ്മൾ ആ നേതാവിനോട് കാണിക്കേണ്ടുന്ന ബഹുമാനത്തിലും ആദരവിലും അനുസരണയിലും എത്രത്തോളം നമ്മൾ ഉണ്ട് എന്നുള്ള ഒരു പരിശോധന നമ്മുടെ ഈമാനിന്റെ ഭാഗമായി നമ്മൾ ഓരോരുത്തരും നടത്തേണ്ടതാണ്. നിത്യജീവിതത്തിൽ രാവിലെ എഴുന്നേറ്റ് ഉറങ്ങാൻ കിടക്കുന്നത് വരെ നിർവഹിക്കേണ്ടുന്ന ചെറുതും വലുതുമായ എല്ലാ മൂല്യങ്ങളും അവിടുന്ന് പഠിപ്പിച്ചു തന്നിടത്ത് എത്ര ശതമാനം നമ്മൾ അതിനെ അനുകരിക്കുന്നുണ്ട്? എല്ലാത്തിലും നിങ്ങളുടെ റോൾ മോഡൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെന്ന് അല്ലാഹ് പറഞ്ഞതാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. തീർച്ചയായും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂലിൽ ഉന്നതമായ മാതൃകയുണ്ട്, ഏറ്റവും ഉദാത്തമായ മാതൃകയുണ്ട് എന്ന് അള്ളാഹു തആല പറയുന്നു. എന്നിട്ട് നമ്മൾ ആ പ്രവാചകനെ റോൾ മോഡൽ ആക്കുന്നതിൽ എത്രത്തോളം, എത്ര ശതമാനം നമ്മൾ അതിലുണ്ട്? നമ്മുടെ ഓരോ കാര്യത്തിലും നമ്മൾ ഓരോരുത്തരുമാണ് നബിതങ്ങളോടുള്ള നമ്മുടെ ആ ഒരു അടുപ്പം, അവിടുത്തോടുള്ള ഒരു മഹബത്ത്, റബ്ബിനോടുള്ള മഹബത്തിന്റെ ഭാഗമാണല്ലോ. അള്ളാഹിനോടുള്ള മഹബത്താണ് നബിതങ്ങളോട് നമ്മൾ കാണിക്കുന്നത്. അള്ളാഹിനോടുള്ള മഹബത്ത് കൊണ്ടാണ് അള്ളാഹ് അയച്ചതൊക്കെ നമുക്ക് ഇഷ്ടമാവുന്നത്. അള്ളാഹ് അയച്ച ഖുർആനോട് ഇഷ്ടം, അള്ളാഹ് അയച്ച നബിയോട് ഇഷ്ടം, അള്ളാഹ് പറഞ്ഞ ദീനിനോട് ഇഷ്ടം, അള്ളാഹിന്റെ നിയമങ്ങളോട് ഇഷ്ടം, ഒക്കെ ഇഷ്ടം എന്താ? അള്ളാഹിനോടുള്ള ഇഷ്ടമാണ്. അതുകൊണ്ട് അള്ളാഹിനെ ഇഷ്ടമുണ്ടോ എന്നുള്ള പരിശോധനയുടെ ഭാഗം കൂടിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ നമ്മൾ എത്ര ശതമാനം പിൻപറ്റുന്നു എന്ന പരിശോധന. അതാണല്ലോ അള്ളാഹ് നമ്മളോട് മാനദണ്ഡമായി പറഞ്ഞത്. ഖുൽ, പ്രവാചകരെ പറയൂ അവരോട്, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ. ഞാനും നിങ്ങളൊക്കെ പറയണ എന്താണ്? എനിക്ക് അള്ളാഹിനെ പെരുത്ത് ഇഷ്ടമാണെന്ന്. നമ്മൾ അങ്ങനെയാണ് അവകാശപ്പെടുന്നത്, എനിക്ക് അള്ളാഹിനെ നല്ല ഇഷ്ടമാണ്. എന്നാ അള്ളാഹ് പറയണ അത് നീ പരിശോധിച്ച് തെളിയിക്കണം. എങ്ങനെയാണത് പരിശോധിക്കേണ്ടത്? നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നബിയെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കൂ ജനങ്ങളോട്. നിങ്ങൾക്ക് അള്ളാഹിനോട് ഇഷ്ടമുണ്ടോ എങ്കിൽ ആ ഇഷ്ടം നിങ്ങൾ തെളിയിക്കേണ്ടത് എങ്ങനെയാണ്? ഫത്തബിഊനി, എന്നെ പിൻപറ്റി തെളിയിക്കും. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിൻപറ്റിക്കൊണ്ടാണ് അള്ളാഹുവിനോടുള്ള മഹബത്ത് തെളിയിക്കേണ്ടത്. അപ്പൊ അള്ളാഹിനോടുള്ള മഹബത്ത് തെളിയിക്കാൻ നമ്മൾ ചെയ്യുന്ന മാർഗം നബിതങ്ങളെ ഇത്തിബാഴ് ചെയ്യലാണ്. നബിതങ്ങളെ ഇത്തിബാഴ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നബിതങ്ങളോടുള്ള മഹബത്തും വേണം. നബിതങ്ങളോട് മഹബത്തില്ലെങ്കിൽ അള്ളാഹിന്റെ റസൂലിനെ ഇത്തിബാഴ് ചെയ്യാൻ കഴിയില്ലല്ലോ.
മഹബത്തില്ലാത്തൊരു ഇത്തിബാഴ് ഇസ്ലാമിലില്ല. മഹബത്തുണ്ടെങ്കിലേ ഇത്തിബാഴ് ചെയ്യൂ. നബിതങ്ങളോട് ഇഷ്ടമുണ്ടോ? അപ്പൊ നബിതങ്ങൾ പറഞ്ഞതിനോടൊക്കെ ഇഷ്ടമുണ്ടോ? അങ്ങനെയായാൽ യുഹബ്ബിബുക്കുമുല്ലാഹ്, അല്ലാഹ് നിങ്ങളെ ഇഷ്ടം വെക്കും എന്നാണ്. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, മാനുഷികമായ നിലക്ക് നിങ്ങളിൽ വന്നു പോയിട്ടുള്ള അപാകതകളും പാപങ്ങളും അവൻ പുറത്തു തരികയും ചെയ്യും എന്ന്. ഇതാണല്ലോ അള്ളാഹു നമ്മളോട് കൃത്യമായും വ്യക്തമായി തന്നെ പഠിപ്പിച്ചിരുന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് നമ്മൾ പരിശോധിക്കണം. ഇത്രത്തോളം വലിയ ലോകൈക ഗുരുവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തിൽപ്പെടാൻ എനിക്ക് അവസരം കിട്ടിയിട്ട്, ആണാവട്ടെ പെണ്ണാവട്ടെ, നമ്മൾ ആലോചിക്കുക എത്രത്തോളം നമ്മൾ ആ നബിയെ പിൻപറ്റുന്നുണ്ട്. അത് പരിശോധിക്കേണ്ടത് എന്റെ കാര്യം വേറൊരാളല്ല, ഞാനാ പരിശോധിക്കേണ്ടത്. നിങ്ങൾ ഓരോരുത്തരും പരിശോധിക്കേണ്ടത്. എനിക്ക് എന്റെ നബിയോട് എത്രത്തോളം ഇത്തിബാഴുണ്ട്, എന്റെ റബ്ബിനോടുള്ള എന്റെ സ്നേഹം പ്രകടിപ്പിക്കുവാൻ എനിക്ക് എന്റെ റബ്ബ് നിശ്ചയിച്ചു തന്ന ഇത്തിബാഉർ റസൂലിൽ ഞാൻ എത്രത്തോളം ഉണ്ട്, അത് ഓരോരുത്തരുമാണ് പരിശോധിക്കേണ്ടത്. ആ പരിശോധനയുടെ ഫലം, റിസൾട്ട് വരുന്നത് ഖബറിലായിരിക്കും. ആ പരിശോധനയുടെ റിസൾട്ട് വരുന്നത് ഖബറിലായിരിക്കും. കാരണം ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ ആദ്യ ചോദ്യം അള്ളാഹിനെ കുറിച്ച്, ആ മഹബത്തിനെ കുറിച്ച്. അടുത്ത ചോദ്യം റസൂലുള്ളാഹിനെ കുറിച്ച്. അവിടെയാണ് അതിന്റെ റിസൾട്ട് വരുന്നത്. അത് ഓരോരുത്തരോ പറയേണ്ടത്. അവിടെ ആരും ഉണ്ടാവില്ല നമ്മളെ കൂടാതെ പറയാം. ആ പരീക്ഷയ്ക്ക് അധിക സമയമില്ല. അല്ലേ അതിന്റെ അത്ഭുതം? ഖബറിലെ ആ പരീക്ഷയ്ക്ക് അധികം സമയമില്ല, എപ്പോഴും സംഭവിക്കാം. എത്ര പെട്ടെന്നാണ് നനച്ചിരിക്കാതെ മരണങ്ങൾ വരുന്നത്. ഇന്നും നമുക്കെല്ലാം സുപരിചിതനായ നമ്മുടെ ഒരു സ്നേഹിതൻ സൗദി അറേബ്യയിൽ, അദ്ദേഹത്തിന്റെ മകനും ഭാര്യയും കുട്ടികളും ഇന്ന് നമ്മുടെ ഒരു പ്രവർത്തകന്റെ ഒരു നിക്കാഹ് നടക്കുന്നുണ്ട് ദമ്മാമിലെ ഒരു ഓഡിറ്റോറിയത്തിൽ. 6 മണിക്കുള്ള നിക്കാഹിൽ പങ്കെടുക്കുവാൻ വേണ്ടി 6 മണിയോടടുത്ത് അതിന്റെ സമയത്ത് എത്തുന്നതിന് മുമ്പ്, ദമ്മാമിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് ഈ ആള് ഓടിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടു. അയാളുടെ ഭാര്യയും ചെറിയ കുട്ടിയും മരണപ്പെട്ടു. അവർക്ക് അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ക്ഷമ നൽകട്ടെ ആ കുടുംബത്തിന്. എന്നാലോചിച്ച് നോക്കൂ, അദ്ദേഹം ഒരു ഗുരുതരമല്ലാത്ത പരിക്കുകളോടുകൂടി ആ സഹോദരൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഇപ്പൊ സൂചിപ്പിച്ചത്, ഇതിപ്പോ ഇന്ന് നടന്നൊരു സംഭവമാണ്. ഓരോ മരണങ്ങളും മരിച്ചുപോയവർക്കല്ല പാഠം ബാക്കിയാക്കുന്നത്. മരിച്ചുപോയവർ മരിച്ചുപോയി, അവരുടെ ആമ്പലും കൊണ്ട് അവർ പോയി. ഓരോ മരണങ്ങളും കേൾക്കുന്ന, ജീവിച്ചിരിക്കുന്ന നമുക്കാണ് അതിൽ പാഠം. നമ്മളിന്ന് ക്ലാസ്സിന് ഇങ്ങോട്ട് ഇറങ്ങി, ഇനി തിരിച്ചെത്തുമെന്ന് അറിയില്ല. നമ്മൾ പലയിടത്തും സഞ്ചരിക്കുന്നു, നടന്നു പോകുന്നു, വാഹനത്തിൽ പോകുന്നു, കാർ ഓടിക്കുന്നു, ജോലിക്ക് പോകുന്നു, ഒക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു. തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെ 100 കൂട്ടം സ്വപ്നങ്ങൾ നെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഓരോ ട്രാക്കുകളിലൂടെ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അള്ളാഹു നിശ്ചയിച്ചൊരു സമയമുണ്ട്. ആ സമയാണ്ട് എത്തുമ്പോ പെട്ടെന്നാണ് അതങ്ങ് സംഭവിക്കുകയാണ്. അതിന് രോഗവും വേണ്ട, ഒന്നും വേണ്ട. ഇന്ന് മരണപ്പെട്ടവർ ആരും രോഗികളല്ല. കല്യാണ സന്തോഷത്തിൽ പങ്കെടുക്കാൻ പുറപ്പെട്ടവരാണ്, അതിന് സാക്ഷികളാകാൻ പോകുന്നവരാണ്. ഇതാണ് നമ്മുടെ അവസ്ഥ എങ്കിൽ നമ്മൾ ചിന്തിക്കണം, അങ്ങനെയാണ് അവസ്ഥ. അപ്പോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഈ ഖബറിലെ പരീക്ഷ വരാൻ റസൂലുള്ളാഹിനെ കുറിച്ചുള്ള ചോദ്യം, അള്ളാഹുവിനോടുള്ള മഹബത്തിനെ കുറിച്ചുള്ള ചോദ്യമൊക്കെ നമുക്ക് അഭിമുഖീകരിക്കാൻ ഇനി ഏറെ കാലമൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് നടക്കാം. മരണം കഴിഞ്ഞാൽ പിന്നെ എത്ര സ്നേഹിതന്മാരാണെങ്കിലും ബന്ധുമിത്രാദികളാണെങ്കിലും അധികം താമസിയാതെ എത്രയും വേഗം, അങ്ങനെ തന്നെയാണല്ലോ ഇസ്ലാമിന്റെ നിയമം. ജഹീസുൽ മയ്യത്ത്, ജനാസ സംസ്കരണം എത്രയും വേഗം നടത്തി അത് പൂർത്തിയാക്കി മയ്യത്ത് കുളിപ്പിച്ച് ശുദ്ധീകരിച്ച് കഫൻ ചെയ്ത് നിസ്കാരം നിർവഹിച്ച് ഖബറടക്കി ആളുകൾ തിരിച്ചു പോരും. പരീക്ഷയുടെ സമയമായി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഇത് നമ്മളുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണമാകണം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല ഓർമ്മപ്പെടുത്ത, നബിയെ ധാരാളം അനുഗ്രഹങ്ങൾ താങ്കൾക്ക് നൽകിയിട്ടുണ്ട്. അവിടെയും നമ്മൾ വേറൊരു പോയിന്റും കൂടെ മനസ്സിലാക്കണം. നമ്മൾ കാണുന്ന ഖൈർ അള്ളാഹിന്റെ റസൂലിന് കിട്ടിയിട്ടില്ല. നമ്മൾ വലിയ ഖൈറായാൽ
ഏറ്റവും വലിയ അനുഗ്രഹം ദുനിയാവിൽ എന്താന്ന് ചോദിച്ചിട്ട് ഒരു പേപ്പറും പെൻസിലും തന്നാ നമ്മൾ 1, 2, 3 എന്നിങ്ങനെ കോള എഴുതുമ്പോ ആദ്യം ഇത് എന്താണ്? ഇഷ്ടം പോലെ പണം. അള്ളാന്റെ റസൂലിന് ഇത് കിട്ടിയിട്ടുണ്ടോ? ഇന്നാഴ്ത്തൈനാക്കൽ കൗസർ, ധാരാളം നബി ഞങ്ങൾക്ക് തന്നു എന്നല്ല പറയണേ. അള്ളാന്റെ റസൂലിന്റെ വീട്ടിൽ 2, 3 മാസമൊക്കെ വെറും കാരക്കയും പച്ചവെള്ളവും കുടിച്ചിട്ട് ഞങ്ങൾ കഴിച്ചു കൂട്ടിയിട്ടുണ്ട് നമ്മുടെ ഉമ്മമാര് പറയുന്നു. വീടുകളിൽ നിന്ന് പുക ഉയരാത്ത മാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമ്മുടെ ഉമ്മമാര് പറയുന്നു, പ്രവാചകന്റെ ഭാര്യമാര് പറയുന്നു. എന്തേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിലുണ്ടായിരുന്നത്? ഇല്ല. കുറെ കാലം കഴിഞ്ഞിട്ട് എന്നാ വലിയ സമ്പന്നനായിട്ട് മരിച്ചുപോയോ? ഇല്ല. ഗോതമ്പം തന്റെ പടയങ്കി പണയം വെച്ചുകൊണ്ട് ജൂതന്റെ കയ്യിൽ നിന്ന് ഇടപാട് നടത്തിയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കാണുന്ന ഖൈർ അല്ല, അള്ളാഹ് കാണുന്ന ഖൈർ. ഏറ്റവും വലിയ നിഅമത്ത് എന്ന് പറയുന്നത് ഇസ്ലാമാണ്. നമ്മൾ ഈമാനിലായി, മുസ്ലിമീങ്ങളായി എന്നുള്ളതാണ്. അതിനുള്ള നമ്മുടെ ശുക്ര ഞാൻ ഈ പറയുന്നത്. അതിനുള്ള ശുക്ർ അങ്ങനെ തന്നെ ജീവിക്കലാണ്. അതിന് അള്ളാന്റെ തൗഫീഖ് ഉണ്ടാവണം. അതിന് അള്ളാനോട് തേടിക്കൊണ്ടിരിക്കണം. ആ റൂട്ടിൽ നിന്ന് തെറ്റിപ്പോകാനും അധികം സമയമൊന്നും വേണ്ട. നിമിഷ നേരം കൊണ്ട് റൂട്ടിൽ നിന്ന് തെറ്റിപ്പോകുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ നിരന്തരം നമ്മളെ കൊണ്ട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്നിങ്ങനെ ദുആ ചെയ്യിപ്പിക്കുന്നത്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക എന്നിങ്ങനെ പ്രാർത്ഥിപ്പിക്കുന്നത്. ഹിദായത്തൊന്നും എപ്പോഴും തെറ്റിക്കൊണ്ടുപോകാം. ഏത് സമയത്തും ട്രാക്ക് മാറാം. നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന സ്മാർട്ട് ഫോണുകളിൽ, സോഷ്യൽ മീഡിയകളിൽ റബ്ബിനെ ചീത്ത പറയുന്ന, റസൂലുള്ളാഹിനെ പച്ചക്ക് തെറി പറയുന്ന അതിതെമ്മാടികൾ നമ്മുടെ ഈമാനിനെ ദുർബലപ്പെടുത്തുന്ന നിലക്കുള്ള വസുവാസുകളുടെ ചോദ്യങ്ങളുമായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആരെങ്കിലും കൊത്തുന്നുണ്ടോ എന്ന് നോക്കിയിട്ട്. നിങ്ങൾ കൊത്തിയാൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് കുറെ ഇഷ്കാലുകൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവരും. ഇന്ന് വരെ ദുന്യാവിൽ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത കുറെ ചോദ്യങ്ങൾ. അതിന് ഉത്തരം പറയാൻ കഴിയൂല. കാരണം ഒരു വളയത്തിന്റെ അകത്തുകൂടെ ചാടാൻ പഠിച്ചവരാണ് മുസ്ലിമീങ്ങൾ. നിരീശ്വരവാദിക്ക് വളയമില്ല, മേപ്പൊരയില്ല, അവന് തീപ്പൊരി പേടിക്കേണ്ടതില്ല. എന്തും വിളിച്ചു പറയാം, ആരെയും തെറി പറയാം. നമ്മളങ്ങനെയല്ല. നമ്മളൊരു ഫ്രെയിമിന്റെ അകത്ത് ജീവിക്കുന്നവരാണ്. അവർക്ക് ഫ്രെയിമില്ല. എന്തും ചോദിക്കാം, എന്തിനേയും തള്ളാം, എന്തിനേയും പുച്ഛിക്കാം. അതൊക്കെ നമ്മൾ നമ്മുടെ മനസ്സിൽ വേണം. എപ്പോഴും തെറ്റിപ്പോകും ഈമാൻ. അവിടെ ഈമാനിൽ ഉറപ്പിച്ചു നിർത്തണേനെ നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പൊ അൽ ഖൈറുൽ കസീർ കിട്ടിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്ത് എന്ന നിലക്ക് നമുക്ക് ചില കടമകളുണ്ട്. ആ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടുള്ള അദമ്യമായ ബഹുമാനവും ആദരവും സ്നേഹവും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി അവിടുത്തെ ചര്യകളെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് റബ്ബിനോടുള്ള മഹബ്ബത്ത് പ്രകടിപ്പിക്കുവാൻ നമുക്ക് സാധ്യമാകണം. അതിനാണ് നമ്മൾ ഈ അധ്യായത്തിലെ സന്ദേശമായി കൊണ്ട് നമ്മൾ പഠിക്കേണ്ടത്. ഈ നിഅമത്ത് ഓർമ്മപ്പെടുത്തിയ ഉടനെ അല്ലാഹുവിന്റെ റസൂലിനോട് അടുത്ത കൽപ്പന എന്താണ്? ഫസല്ലി ലിറബ്ബിക വൻഹർ. കണ്ടോ, വലിയ പാഠം അതിലുണ്ട്. ധാരാളം ഞാൻ നിങ്ങൾക്ക് നിഅമത്ത് തന്നു എന്ന് പറഞ്ഞിട്ട് പറയണ്, ഇനി അതിന് നിങ്ങൾ ശുക്ർ ചെയ്യണം. ആരോടാ പറയണ്? അള്ളാഹിന്റെ റസൂലിനോട് പറയണം. അതിനാൽ താങ്കൾ എന്ത് ചെയ്യണം? നന്ദി കാണിക്കണം. എന്താ നന്ദി? സല്ലി ലിറബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടി മാത്രം താങ്കൾ നിസ്കരിക്കണം. വൻഹർ, റബ്ബിന് വേണ്ടി മാത്രം അറവ് നിർവഹിക്കുകയും ചെയ്യണം. സലാത്ത്, നിസ്കാരത്തിന്റെ പ്രാധാന്യം പറയേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിലും ഏറ്റവും വലിയ നിഅമത്ത് നമ്മൾ നിലനിർത്തേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് 5 നേരത്തെ നിസ്കാരം വിളിക്കുന്നിടത്ത് പോയി നിർവഹിക്കുക. നമ്മൾ ആലോചിക്കുക, അക്കാര്യത്തിൽ നമ്മൾ എത്രത്തോളം മുന്നിലാണ്, പിന്നിലാണ്. 5 നേരത്തെ നിസ്കാരം പുരുഷന്മാർക്ക് ജമാഅത്തായി നിർവഹിക്കൽ, പള്ളിയിൽ തന്നെ നിർവഹിക്കൽ നിർബന്ധമാണ്. സാധ്യമാകാത്ത നിലക്ക്, അള്ളാഹുവിങ്കൽ സ്വീകാര്യയോഗ്യമാകുന്ന നിലക്കുള്ള കാരണങ്ങളും തടസ്സങ്ങളും ഉണ്ടായാലല്ലാത്ത ഏത് സമയത്തും പള്ളിയിൽ പോയി ജമാഅത്തിൽ പങ്കെടുക്കൽ ഒരു പുരുഷന് നിർബന്ധമാണ്. സ്ത്രീകൾ അവരുടെ സമയമാകുമ്പോൾ ആ സമയത്ത് വീട്ടിൽ വെച്ച് നിർവഹിക്കൽ അവർക്കും നിർബന്ധമാണ്. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരാൾക്കും വിളവില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. രോഗിയാണെങ്കിലും യാത്രക്കാരാണെങ്കിലും ആരാണെങ്കിലും അതിന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇളവുകൾ നൽകിയിട്ടുണ്ടെങ്കിലും നിസ്കാരം നിർവഹിക്കുക എന്നുള്ള വിഷയത്തിൽ യാതൊരു ഇളവും ഇല്ല. അത് ആസ്പത്രിയിലാണെങ്കിലും അഡ്മിറ്റിലാണെങ്കിലും പരിചരിക്കാൻ നിൽക്കുകയാണെങ്കിലും എവിടെയാണെങ്കിലും, വിവാഹ ദിവസമാണെങ്കിലും കല്യാണത്തിന്റെ പന്തലിലാണെങ്കിലും ഓഡിറ്റോറിയത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും മണവാട്ടിയാണെങ്കിലും പുതിയോട്ടിയാണെങ്കിലും ഒക്കെ നിസ്കാരം.
ഞാനത് പ്രത്യേകം എടുത്ത് പറയാൻ കാരണം, ഇന്ന് പുതുമണവാട്ടി ചമയുന്ന പെൺകുട്ടികളൊന്നും അന്നത്തെ ദിവസം നിസ്കരിക്കൂല, പല വക്കത്തും ഉണ്ടാവില്ല. കാരണം 50,000-ന്റെയും 75,000-ന്റെയും പൊട്ടിയിട്ടിട്ടാണ് നിൽക്കുന്നത്. പൊതുടുത്ത് അതാണ്ട് ഒലിച്ചു പോകും. അപ്പൊ അതിന് കണ്ടെത്തിയൊരു വഴി എന്താ? നിസ്കാരല്ല. ഇന്നിപ്പോ അങ്ങനെയാണ് പോട്ടെ. ഇതൊരു തമാശ പറയണല്ല. നിങ്ങൾ ഓരോ ഓഡിറ്റോറിയങ്ങളിലെയും കല്യാണം നടക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കി, ബന്ധപ്പെട്ടവരോടൊപ്പം പതുക്കെ ചോദിച്ചു നോക്കി, ഈ കുട്ടി എപ്പോഴാണ് നിസ്കരിച്ചത് ളുഹ്ർ, ഈ കുട്ടി അസർ എപ്പോഴാണ് നിസ്കരിച്ചത്? കാരണം 4-5 മണി വരെ ഉടുത്തൊരുങ്ങിയിട്ട് ഈ ആഭരണവും എല്ലാ ഡ്രസ്സും ഒക്കെ കൂടിയിട്ട് ഈ ലൈറ്റിന്റെ മുമ്പിൽ കുട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. വേറുള്ളവനൊക്കെ ഒന്ന് അവിടെ ഇവിടെയും പോയിട്ടൊന്ന് ബട്ടൺ താക്കാനും ഒന്ന് വീശാനൊക്കെ ഈ കുട്ടിക്ക് അതിനും പറ്റൂല. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥയാണ്. ഏറ്റവും സന്തോഷിക്കേണ്ട ദിവസം പോലും റഹ്മാനായ റബ്ബിനോട് നന്ദികേട് കാണിക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് ലോകമുള്ളത്. അപ്പോ അതുപോലെയുള്ള കുറെ കാര്യങ്ങൾ ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണ്. അങ്ങനെ നമ്മൾ എത്രത്തോളം നിസ്കാരത്തിന്റെ കാര്യത്തിൽ, നമ്മൾ യുദ്ധം നടക്കുന്ന മേഖലയിൽ പോലും ഓടിക്കൊണ്ടാണെങ്കിലും നിങ്ങൾ നിസ്കരിക്കണം എന്നല്ലേ ഖുർആനിന്റെ കൽപ്പന. എന്താ ഈ സ്വലാത്തുൽ ഖൗഫ് എന്നൊരു നിസ്കാരം നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടില്ലേ? നമ്മള് ഫിഖഹിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ മദ്രസ പാഠപുസ്തകങ്ങളിൽ പോലും പഠിച്ചില്ലേ സ്വലാത്തുൽ ഖൗഫ്, പേടിയുള്ള സമയത്തുള്ള നിസ്കാരം. ഫൈൻ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാന എന്ന് ഖുർആനിൽ ആയത്ത് തന്നെ ഇല്ലേ? എന്നിട്ടാണോ നമുക്ക് ഈ വിഷയത്തിൽ? അപ്പോ അള്ളാഹിന്റെ റസൂലിന് അള്ളാഹു ചെയ്തു കൊടുത്ത നിഅമത്തിന്റെ ശുക്റായിട്ട് ആദ്യം പറഞ്ഞത് എന്താണ്? നിന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കൂ, നിന്റെ റബ്ബിന് വേണ്ടി മാത്രം നിസ്കരിക്കൂ. ഈ ഇഖ്ലാസും കൂടെ അവിടെ വരുന്നുണ്ട്. റബ്ബല്ലാത്തവർക്ക് വേണ്ടി നിസ്കരിക്കണുണ്ടോ? ഉണ്ട്. റബ്ബല്ലാത്തവർക്ക് വേണ്ടി നിസ്കാരമുണ്ട്. മുനാഫിക്കിന്റെ നിസ്കാരം അതാണ്. അവൻ ആൾക്കാരെ കൂട്ടത്തിലാവുമ്പോ നിസ്കരിക്കും, നിസ്കരിക്കാത്തവരെ കൂട്ടത്തിലായാൽ നിസ്കരിക്കൂല. അപ്പൊ ആൾക്കാരെ കൂട്ടത്തിലാവുമ്പോ നിസ്കരിക്കണം എന്തിനാ? അല്ലെങ്കിൽ മോശാണ്, ഇവര് കാണും, ഞാൻ നിസ്കരിക്കാത്തവനാന്ന് ഇവര് മനസ്സിലാക്കും. അപ്പൊ അവരെ കാണിക്കാൻ നിസ്കരിക്കും. യുറാഊനന്നാസ, അവര് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിർവഹിക്കുന്നവരാണ്. അള്ളാഹ്ക്കുള്ള നിസ്കാരമല്ല. ഫസല്ലി റബ്ബിക, നിന്റെ റബ്ബിന് വേണ്ടി അവന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം നീ നിസ്കരിക്ക്. വൻഹർ, അവന് വേണ്ടി മാത്രം അറവ് നടത്തുകയും ചെയ്യുക. അറവ് അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ഉള്ളവർ ലോകത്താണ് ഇത് പറയുന്നത്. മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് വിശുദ്ധ കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്തും ബലിക്കല്ലുകൾ ഉണ്ടായിരുന്നു, ബലിപീഠങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് റബ്ബല്ലാത്തവർക്ക് വേണ്ടിയുള്ള ബലിയർപ്പണങ്ങളും അറവുകളും നടന്നിരുന്നു. പ്രത്യേകം സ്ലോട്ടർ ഏരിയകൾ ഉണ്ടായിരുന്നു. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുന്ന ഏരിയകൾ ഉണ്ടായിരുന്നു, കല്ലുകൾ ഉണ്ടായിരുന്നു. വിധങ്ങളോട് അള്ളാന്റെ കൽപ്പന അള്ളാഹുവിന് വേണ്ടി മാത്രം മറക്കുക. മൻ ദബഹ ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി ആരെങ്കിലും മറുക്കുന്നുവെങ്കിൽ ലഅനല്ലാഹ് മൻ ദബഹ ലിഗൈരില്ലാഹ്, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുത്തവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഫസല്ലി ലിറബ്ബിക വൻഹർ, ഏറ്റവും നിഅമത്ത് കിട്ടിയ, അപ്പൊ ലോകത്ത് ഏറ്റവും വലിയ നിഅമത്ത് അള്ളാഹിന്റെ റസൂലിന് കിട്ടിയതിന് ശുക്ർ കാണിക്കാൻ പറഞ്ഞത് എങ്ങനെയാണ്? നിസ്കാരവും അറവും മറ്റു കാര്യങ്ങളും. ഒന്ന്, എല്ലാ അർത്ഥത്തിലും നിസ്കാരം എന്ന് പറയുന്നത് ശാരീരികമായി നിർവഹിക്കുന്ന ഇബാദത്തുകളുടെ ടോപ്പ് ലീഡറാണ്. അതിൽ തുടങ്ങി പിന്നെ എല്ലാം നമ്മൾ അതിലെല്ലാം ഉൾപ്പെട്ടു. അത് ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കാനുള്ളതാണ് നിസ്കാരം. എല്ലാ തോന്നിവാസങ്ങളിൽ നിന്നും നമ്മെ തടയുന്നതാണ് നിസ്കാരം. അത് വന്നാൽ തന്നെ ജീവിതം മുഴുവൻ മാറി മറിയും. അതുപോലെ തന്നെ നെഹർ, ബലിയർപ്പണത്തിലൂടെ തനിക്കും ഉപകാരമുണ്ട്, സമുദായത്തിന് ഉപകാരമുണ്ട്, പാവങ്ങൾക്ക് ഉപകാരമുണ്ട്. അറുക്കുന്ന ബലിമാംസങ്ങൾ പണ്ട് കാലത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്ത് വിശുദ്ധ കഅബാലയത്തിന്റെ ചുമരുകളിലേക്ക് എറിഞ്ഞു പിടിപ്പിക്കുകയായിരുന്നു അതിന്റെ മാംസവും രക്തമൊക്കെ. അങ്ങനെയാണ് കളയല. എന്നാൽ നബിതങ്ങളുടെ കാലത്ത് അത് സമൂഹത്തിന് അതാർക്കാണ്? അത് തആമാണ്, അത് ഭക്ഷണമായിട്ട് വിതരണം ചെയ്യപ്പെട്ടു, ഫഖറായിന് ലഭിച്ചു. അതിലൂടെ സക്കാത്തും പരോപകാരവും ഒക്കെ അതിൽ പെട്ട് കഴിഞ്ഞു. പടപ്പുകളോടുള്ള കടമ പാലിക്കണമെന്ന്, പടച്ചവനോടുള്ള കടമ പാലിക്കണമെന്ന് നിഅമത്ത് കിട്ടിയവരൊക്കെ മനസ്സിലാക്കുവാനുള്ള 2 കാര്യങ്ങളാണ് ഇവിടെ. ഒന്ന് സ്വലാത്തും, ഒന്ന് ദബ്ഹും. ഫസല്ലി ലിറബ്ബിക വൻഹർ. 3-ാമത്തെ ആയത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിനുള്ള മറുപടി. ഇന്ന ശാനിഅക, തീർച്ചയായും നിന്നെ ആക്ഷേപിക്കുന്നവനാണ്, ഹുവ അവൻ തന്നെയാണ്, അൽ അബ്തറു ഭാവിയില്ലാത്തവൻ. നിങ്ങൾക്ക് നല്ല ഭാവിയുണ്ട് നബിയെ, നിങ്ങളുടെ പേരും പ്രശസ്തിയും ലോകത്ത് എന്നും നിലനിൽക്കും. വറഫഅനാ ലക ദിക്റക, എന്നും നിങ്ങളുടെ പേര് ലോകത്ത് പറയും.
പിന്നെ താങ്കളെ കുറിച്ചുള്ള മദ്ഹുകൾ ഉണ്ടാകും, പ്രകീർത്തനങ്ങൾ ഉണ്ടാകും, അത്യുന്നതമായ സ്ഥാനമുണ്ടാകും. അതേ അവസരത്തിൽ നിങ്ങൾക്ക് ഇതൊന്നും ഉണ്ടാവില്ല. നിങ്ങളുടെ മരണത്തോടുകൂടി നിങ്ങൾക്ക് ആൺകുട്ടികളൊന്നും ജീവിച്ചിരിക്കാത്തത് കൊണ്ട് നിങ്ങൾ മരിക്കുന്നതോടുകൂടി ഈ പ്രസ്ഥാനം കൂമ്പടഞ്ഞു പോയി, താങ്കൾ പിന്നെ വിസ്മൃതിയിൽ അലിഞ്ഞു ചേരും, നിങ്ങളെക്കുറിച്ച് പിന്നെ ലോകം മറന്നുപോകും എന്ന സ്വപ്നം കാണുന്ന അവരൊക്കെ ഉണ്ടല്ലോ, അവർക്കാണ് വാസ്തവത്തിൽ ഭാവിയില്ലാത്തത്. അതാണ് ഇന്ന ഷാനി അക്ക, തീർച്ചയായും താങ്കളോട് ഈ വിദ്വേഷം പറഞ്ഞ് താങ്കളെ ഈ നിലക്ക് വിമർശിക്കുന്നവരാണ് വാസ്തവത്തിൽ ആര്? ഹുവൽ അബ്തർ, അവനാണ് ഭാവിയില്ലാത്തത്. നമ്മളിപ്പോ അബൂലഹബിനെ ആരാ ഓർക്കണം? അബൂ ജഹലിനെ ആരാ ഓർക്കണം? അല്ലെങ്കിൽ ഉഖബത്ത് ബിൻ അബീ മുഅയ്ത്ത് ഇപ്പൊ പലപ്പോഴും ആദ്യം കേൾക്കും, ചിലപ്പോ ആസിബിന് വായിൽ നമ്മൾ ആദ്യം കേൾക്കും. ഇവരൊക്കെയാണ് അന്ന് ഈ വീരവാദം പറഞ്ഞത് അള്ളാന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട്. എന്നൊന്നും ലോകത്തിന് ആരും ഓർക്കാൻ പോകുന്നില്ല, ആമക്കളില്ലല്ലോ നിനക്ക്. ഞങ്ങൾക്കൊക്കെ നല്ല നല്ല അബൂലഹബിനെ കുറിച്ച് അള്ളാഹു തആല യഥാ അബീലഹബ് എന്ന് പറയാൻ തന്നെ കാരണം, നല്ല ആരോഗ്യമുള്ള എന്തിനും പോകുന്ന ആരടാന്ന് ചോദിച്ചാൽ ഞാനിടാന്ന് പറയാൻ പറ്റും, 2 മക്കളുണ്ടായിരുന്നു, അവിടെ യഥാ എന്ന് പറഞ്ഞു, 2 കൈ. എന്നിട്ട് എന്തുണ്ടായി? പുഴുത്ത് നാറി ചത്തുപോയി. അവന്റെ കുടുംബം ആരും അവനെ തിരിഞ്ഞു നോക്കിയില്ല, കബറടക്കാൻ വരെ ആളുണ്ടായില്ല. മാരകമായൊരു തരം ഒരു രോഗത്തിന് അവൻ വിധേയനായി, ഡെഡ് ബോഡി പോലും തൊടാൻ ആളില്ല. ചരിത്രത്തിൽ പറയുന്നത് ഒരു വടി കൊണ്ട്, ഒരു കോല് കൊണ്ട്, കമ്പ് കൊണ്ടൊക്കെ കുത്തിയിട്ടാണ് ആ ബോഡി കുഴിയിലേക്ക് തട്ടിയത് എന്നാണ്. ലോകത്ത് അബൂലഹബിനെ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? വളരെ ദേഷ്യത്തോടെ അതേ അവസരത്തിൽ മുഹമ്മദുൻ എന്ന് കേൾക്കുമ്പോഴേക്ക് വിശ്വാസി മനസ്സുകൾ മുഴുവനും സന്തോഷത്തോടെ സ്നേഹത്തോടെ ആ അള്ളാഹുവിന്റെ റസൂലിന് സമാധാനവും അതുപോലെ തന്നെ ഗുണവും നൽകണേ അല്ലാഹ് എന്നിങ്ങനെ അവിടുത്തേക്ക് വേണ്ടി സ്വലാത്ത് സലാമിനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതാ അള്ളാഹ് മറുപടി പറഞ്ഞ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, ഐ ഇന്ന മുബ്ഗിളക, നബിയെ താങ്കളോട് കോപം വെക്കുന്നവൻ, വമുബ്ഗിള മാ ജിഇത ബിഹി മിനൽ ഹുദാ വൽ ഹഖ് വൽ ബുർഹാനിസ് സാതിഇ വന്നൂരിൽ മുബീൻ, അവിടുന്ന് ഈ ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചിട്ടുള്ള മാർഗദർശനം, ഹഖ് വളരെ വ്യക്തമായ തെളിവുകൾ, ഏറ്റവും സുവ്യക്തമായ ആ പ്രകാശധാര, അങ്ങനെയുള്ള അതിനോടൊക്കെ ദേഷ്യം വെക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഹുവൽ അബ്തറുൽ അഖല്ലുൽ അദല്ലുൽ മുൻഖതി ദിക്റുഹു, അവന്റെ നാമമാണ് ലോകം മറന്നുപോവുക, അവനാണ് ഏറ്റവും നിന്ദ്യനായി അറിയപ്പെടുക, അവനാണ് ലോകത്ത് ഒന്നിനും കൊള്ളാത്തവനായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടുക. അപ്പൊ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് ആരൊക്കെ പറഞ്ഞാലും അല്ലാഹു തആല ഉടനെ എന്ത് ചെയ്യും? അതിന് മറുപടി അറിയും. അതാണ് ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. നമ്മൾ മനസ്സിലാക്കണം, ഈ 3 അധ്യായം അല്ലാഹുവിന്റെ റസൂലിനെ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് വിഷമിപ്പിച്ചപ്പോഴൊക്കെ ഇറക്കിയിട്ടുള്ള സമാധാനത്തിന്റെ ആയത്തുകളാണ്. ഒന്ന് സൂറത്തുൽ ദുഹ, മറ്റൊന്ന് സൂറത്ത് അലം നശ്റഹ്, മറ്റൊന്ന് സൂറത്തുൽ കൗസർ. ഇവിടെ നമ്മൾ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കണം. അള്ളാഹിന്റെ റസൂലിന്റെ ഈ ഹൗദിനെ കുറിച്ച് അവിടുന്ന് പറഞ്ഞപ്പോൾ വേറൊരു കാര്യം കൂടെ അവിടുന്ന് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ ഹൗദിൽ നിന്ന് കുടിക്കുവാൻ വേണ്ടി കുറെ ആളുകൾ അതിൽ നിന്ന് വരുമ്പോ ഞാൻ അവർക്ക് മുക്കിക്കൊടുക്കുവാൻ വേണ്ടി തയ്യാറാകും, അതിൽ നിന്ന് വെള്ളം കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരുങ്ങുമ്പോ എനിക്ക് മുമ്പിൽ അള്ളാഹുവിന്റെ സ്റ്റേ ഓർഡർ വരും. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മുത്തുനബിക്ക് നാളെ മഹ്ശറിൽ തയ്യാർ ചെയ്യപ്പെട്ടിട്ടുള്ള ആ മനോഹരമായ മാധുര്യമോറുന്ന ആ തടാകത്തിൽ നിന്ന് കുടിക്കാൻ കിട്ടണം. ആ ആഗ്രഹിക്കാത്ത ഒരു മുസ്ലിം ഉണ്ടാവില്ല. കാരണം നമ്മളെ ഈമാന്റെ ഭാഗമാണത്. പരലോകത്തിൽ വിശ്വസിക്കുന്ന, സ്വർഗത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മുസ്ലിമും വിശ്വസിക്കുന്നു അവിടെ അള്ളാഹിന്റെ റസൂലിന് ഇങ്ങനെ ഒരു ഇത് കിട്ടും. അതിൽ നിന്ന് വിശ്വാസികൾക്ക് മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് കുടിക്കാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ വരുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിങ്ങനെ കാണുകയാണ്. വിധങ്ങൾ പറയുന്നുണ്ട്, ഇന്നി ഫറത്തുക്കും അലൽ ഹൗദീൻ, ഞാൻ ആ തടാകത്തിന്റെ മുമ്പേ നിങ്ങളൊക്കെ വരുന്നതും നോക്കിയിട്ട് ഞാൻ അതിന്റെ മുമ്പേ അവിടെ പോയിട്ട് നിൽക്കുന്നു. സുബ്ഹാനല്ലാഹ്. ലോകത്തിന്റെ നേതാവായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹൗദിന്റെ അടുത്ത് പോയിട്ട് മുഅ്മിനീങ്ങളെ കാത്തു നിൽക്കുന്നു. ഇന്നി ഫറത്തുക്കും അലൽ ഹൗദി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥത, നിങ്ങളൊക്കെ വരുന്നതിന്റെ മുമ്പേ ഞാൻ അവിടെ പോയി സീറ്റ് പിടിക്കുന്നു, നിങ്ങളൊക്കെ വരുന്നതും കാത്തിട്ട്. എന്തിന്? ഈ ഹൗദിന്റെ തലക്കൽ ഞാൻ പോയി നിൽക്കും. മൻ മറ അലയ്യ ശരിബ, എന്റെ അടുത്തുകൂടെ ആരൊക്കെ കടന്നുപോയോ അവരൊക്കെ അതിൽ നിന്ന് കുടിക്കും. വമൻ ശരിബലം അബദ, ആരൊക്കെ കുടിച്ചോ പിന്നെ അവന് ഒരു കാലത്തും ദാഹം ഉണ്ടാവില്ല. അങ്ങനെ ഇരിക്കെ റസൂലുള്ളാഹി പറയാണ്, ആ സമയത്ത് എന്റെ അടുക്കൽ കൂടി ഒരു വിഭാഗം ആളുകൾ ഇങ്ങനെ കടന്നു പോകും. എനിക്ക് അവരെ അറിയാം, അവർക്ക് എന്നെയും അറിയാം. പിന്നീട് എന്റെയും അവർക്കുമിടയിൽ മറയിടപ്പെടും.
ആലോചിച്ച് നോക്കണം. കുറെ ആൾക്കാര് ഒരു മുസ്ലിമീങ്ങളാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചിട്ട് അവർക്കും അത് കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ച് ഞാനിങ്ങനെ നിൽക്കുമ്പോ എന്നോട് പറയും, പാടില്ല, അവർക്ക് കുടിക്കാൻ കൊടുക്കാൻ കിട്ടൂല, ഇവിടെ അവർക്ക് കുടിപ്പിക്കപ്പെടൂല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാരുണ്യ മനസ്ഥിതി കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് അള്ളഹാനോട് പറഞ്ഞു നോക്കുന്നതാണ്, ഇന്നഹും മിന്നി, എന്റെ ഉമ്മത്തല്ലേ, എന്റെ സമുദായത്തിലെ മെമ്പർമാരല്ലേ, അള്ളാഹ് അവര് കുടിച്ചോട്ടെ എന്ന് ഞാൻ അള്ളഹാനോട് പറഞ്ഞു നോക്കും. അപ്പൊ അള്ളാഹു തആല പറയും, മുഹമ്മദേ പറ്റില്ല, ഇന്നക ലാ തദ്രി, നിനക്ക് അറിഞ്ഞുകൂടാ, നിന്റെ കാലശേഷം ദീനില്ലവർ എന്തൊക്കെ പുതിയത് കടത്തിക്കൂട്ടി എന്ന് നിനക്കറിഞ്ഞുകൂടാ. നീ പഠിപ്പിക്കാത്തത് ദീനിന്റെ പേരിൽ പഠിപ്പിച്ച് ദീനിനെ വികൃതമാക്കിയവരാണവര്. അതുകൊണ്ട് അവർക്ക് ഇതിൽ നിന്ന് കുടിക്കുവാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് അവരെ തടയും. ആ അവസരത്തിൽ ഞാനും പറയുമെന്ത്, സുഹഖാ സുഹഖാ, എങ്കിൽ ദൂരേക്ക് മാറിപ്പോ, ലിമൻ ഗയ്യറ ബഅദി, എന്റെ ശേഷം ഞാൻ പഠിപ്പിച്ച ആശയങ്ങളെ മാറ്റിമറിച്ചവരെ, ഗോ ബാക്ക്, നിങ്ങൾ പൊയ്ക്കോ എന്ന് ഞാനും അപ്പൊ പറയും. ഇങ്ങനെ ഹൗലിന്റെ സമീപത്ത് നിന്ന് ആട്ടിയോടിക്കപ്പെടുന്ന ഒരു വിഭാഗമുണ്ട് എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതിൽ ആരൊക്കെ പെടും എന്ന വിശദമായ ചർച്ചകൾ ഇവിടെ പണ്ഡിതന്മാർ അവിടെ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിടത്ത് പറഞ്ഞു. ഒന്നാമതായി ഇസ്ലാം എന്ന് മുർത്തദ്ദായി പോയ ആളുകൾ, അതുപോലെ തന്നെ ഇസ്ലാമികമായ ആശയങ്ങളിൽ അതിലെ വിശ്വാസങ്ങളും ആചാരങ്ങളും മാറ്റിമറിച്ചിട്ടുള്ള ആളുകൾ. ഇന്ന് സമൂഹത്തിൽ അള്ളാഹു അല്ലാത്ത ലോകത്തിന്റെ മുദബ്ബിറുകളുണ്ട്, ലോകം മുഴുവൻ നിയന്ത്രിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹ് കാണും പോലെ കാണും, കേൾക്കും പോലെ കേൾക്കും, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും പോലെ അവരോടും പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കൊണ്ട് ശിർക്ക് ചെയ്യിപ്പിക്കുന്ന ആളുകളുണ്ട്. അവരടക്കമുള്ള എല്ലാ ആളുകളും ഇത്തരത്തിൽ ആ ഹൗദിന്റെ സമീപത്ത് നിന്ന് ആട്ടിയോടിക്കപ്പെടുന്ന ഹതഭാഗ്യരായിരിക്കുമെന്ന് വളരെ കൃത്യമായി സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതൊക്കെ പണ്ഡിതന്മാർ വളരെ കൃത്യമായി തന്നെ വിശദീകരിച്ച് എഴുതിയിട്ടുമുണ്ട്. അപ്പൊ നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടത്, അള്ളാഹുവിന്റെ റസൂലിലൂടെ പഠിപ്പിക്കപ്പെട്ട് തന്നിട്ടുള്ള ഇസ്ലാമിന്റെ വിശ്വാസങ്ങളിലും ആചാരങ്ങളിലും നമ്മൾ ഉറച്ചു നിൽക്കണം. പുതിയതായിട്ടുണ്ടാക്കിയവയെ മാറ്റിവെക്കണം. ഓരോരുത്തരും ഈ സമൂഹത്തിലേക്ക് പലതും കൊണ്ടുവന്ന് കടത്തിക്കൂട്ടി ദീനിനെ വികൃതമാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകൾക്ക് പരലോകത്തിരുന്നത് കിട്ടൂല. നബിതങ്ങളുടെ ഹൗദിൽ നിന്ന് കുടിക്കാൻ കിട്ടണമെങ്കിൽ നമ്മൾ തേടേണ്ടത് ആരോടാ? അള്ളാഹിനോട് തേടണം. അള്ളാഹുവേ, മുത്തുനബിക്ക് നീ ഓർഡർ ചെയ്യുന്ന അല്ലെങ്കിൽ അവിടുത്തേക്ക് നീ വാഗ്ദത്തം ചെയ്തിട്ടുള്ള ആ ഹൗദിൽ നിന്ന് എനിക്ക് കുടിക്കാൻ തൗഫീക്ക് കിട്ടണേ അള്ളാഹിനോട് നമ്മൾ അള്ളാഹിനോടാ ചോദിക്കേണ്ടത്. അതേ അവസരത്തിൽ ഈ റബീഉൽ അവ്വലിലും അല്ലാത്ത കാലത്തും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു, പ്രശംസിക്കുന്നു എന്നൊക്കെ പറയുന്ന ആളുകൾ റസൂലുള്ളാഹിനോട് ഡയറക്റ്റ് ആയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്നനാ നർജു ഇലാ കഅസി ഹൗദിക ലിൽ അതശ് യൗമ നശ്രി കിതാബിയാ സയ്യിദി ഖൈറൻ നബി. മങ്കൂസ് മൗലിദ് എന്ന് പറയുന്ന ഈ മാസം ധാരാളമായിട്ട് ആളുകൾ ഓതുന്ന മൗലിദ് കിതാബിലുള്ള ഒരു വരിയാണത്. ഇന്നനാ, അള്ളാന്റെ റസൂലിനോട് പറയാണ്, ഇന്നനാ നർജു ഇലാ കഅസി ഹൗദിക ലിൽ അതശ്, നബിയേ ഞങ്ങൾ ഇതാ വല്ലാതെ ആഗ്രഹിക്കുന്നു, ഇന്നനാ നർജു ഇലാ കഅസി ഹൗദിക, അങ്ങേക്ക് വേണ്ടി മഹ്ശറിൽ തയ്യാർ ചെയ്യപ്പെടുന്ന ആ സ്വർഗീയമായ കൗസറാകുന്ന തടാകമില്ലേ, അതിൽ നിന്ന് ഒരു കപ്പ് വെള്ളം കുടിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് തരണം. നബി തങ്ങളോട് പറയുക, അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങൾക്ക് വെള്ളം തരണം. ഇത് ഇവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഡയറക്റ്റ് തേടുകയാണ്. ഇവര് ഈ അവിശ്വാസത്തിന്റെ ആളുകൾ നാളെ അതിന്റെ അടുക്കലെത്തുമ്പോൾ ആട്ടിയോടിക്കപ്പെടും, ഒരു സംശയവും വേണ്ട. കാരണം അള്ളാന്റെ റസൂലിനോടല്ല അത് ചോദിക്കേണ്ടത് അള്ളാഹുവിനോടാണ്. അതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ മങ്കൂസ് മൗലൂദ് എന്ന് പറയുന്ന കാവ്യം ചൊല്ലുന്നത് ഈ റമദാൻ, ഈ റബീഉൽ അവ്വലിൽ. അതിലുള്ള വരിയാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു മൗലിദാണ് ശറഫൽ അനാം. അതിൽ പറയുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയെ അങ്ങയുടെ അടിമയാണ് ഞാൻ. അബ്ദുക്കൽ മിസ്കീനു യർജു ഫളലകൽ ജമ്മൽ ഗഫീർ ഫീക ഖദ് അഹ്സൻതു ലന്നി യാ ബശീറു യാ നദീർ. അങ്ങയുടെ അടിമ, നബിയോട് പറയണം, അങ്ങയുടെ അടിമ,
അങ്ങയിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്, പാപമോചനം പ്രതീക്ഷിക്കുന്നു, അങ്ങയുടെ ഔദാര്യം ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതിങ്ങനെ അള്ളാന്റെ റസൂലിനെ വിളിച്ച് തേടാണ്. ഇത് അള്ളാന്റെ റസൂൽ ഒരിക്കലും പഠിപ്പിച്ച കാര്യമല്ല. അത്തരത്തിൽ അള്ളാന്റെ റസൂൽ പഠിപ്പിക്കാതെ ദീനിൽ പലതും കടത്തിക്കൂട്ടിയ ആളുകള് ഹൗദിൽ നിന്ന് കുടിക്കാൻ വേണ്ടി വരുമ്പോ ഗോബാക്ക് അവരെ പുറത്താക്കപ്പെടും, തള്ളപ്പെടും എന്നാണ് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം. അതിനാണ് ഞാനത് ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ കൗസർ നദിയിൽ നിന്നും കുടിക്കാൻ അവസരം കിട്ടണമെങ്കിലും റസൂലുള്ളാഹിനെ ഇത്തിബാഴ് ചെയ്തവർക്കേ കിട്ടൂ. അള്ളാന്റെ റസൂലിനെ ഇത്തിബാഴ് ചെയ്യാതെ തോന്നിയതുപോലെ പിൽക്കാലത്ത് ആരൊക്കെയോ എഴുതി ഉണ്ടാക്കിയ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ദീനെന്ന പേരിൽ അനുഷ്ഠിക്കുന്നവർക്ക് ഒരിറ്റു വെള്ളം കുടിക്കാനുള്ള അവകാശം പോലും അവിടെ നിഷേധിക്കപ്പെടും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ 3 കൊച്ചു വചനങ്ങളിലൂടെ നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള സന്ദേശങ്ങളെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ കൽപ്പിച്ച അതേ പാതയിൽ നിന്ന് മുന്നോട്ട് ഒരിക്കലും നമ്മുടേതായ വകയിൽ ചലിച്ച് പിന്മാറിപ്പോകാതെ ശരിയായ ഇത്തിബാഴിലൂടെ ജീവിച്ച് അള്ളാഹുവിന്റെ മഹബത്ത് നൽകപ്പെടുന്ന, ലഭിക്കപ്പെടുന്ന നല്ലവരിൽ ഉൾപ്പെടാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം വിശുദ്ധ ഖുർആൻ എന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. കഴിയാവുന്നത്ര ഹിഫ്ളാക്കുക. ഒരു ദിവസം ഒരായത്തെങ്കിലും ഹിഫ്ളാക്കാത്തൊരു ദിവസം ഉണ്ടാകരുത്. ഇന്നൊക്കെ ഒരുപാട് സംവിധാനങ്ങൾ നമുക്കുണ്ട്. കുടുംബങ്ങളിൽ ഇരുന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓതിക്കൊടുക്കാം, ചൊല്ലിക്കൊടുക്കാം. പല മാർഗങ്ങളിൽ നിന്നുണ്ട് നമ്മുടെ ഹിഫ്ളാക്കുന്ന കാര്യവും ഒരായത്തെങ്കിലും പഠിക്കുന്ന കാര്യവും. അങ്ങനെ എവിടെ വെച്ചാ മരിക്കാനൊന്നും അറിയില്ല. അത് മരിക്കുന്നത് വരെ നമുക്കുള്ളൊരു ബന്ധം ഈ ഗ്രന്ഥത്തോടും അതിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച അധ്യാപനങ്ങളോടും ഒക്കെയായി നിലനിർത്തുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ മനസ്സിന്റെ എല്ലാ സംഘർഷങ്ങളും ഒക്കെ തനിയെ നീങ്ങിപ്പോയി മനസ്സിനൊരു സമാധാനവും സന്തോഷവും ഒക്കെ ദുന്യാവിലുണ്ടാകും. അതിലേറെ മരണനേരത്ത് ആശ്വാസമുണ്ടാകും, ഖബറിൽ സന്തോഷമുണ്ടാകും, പരലോകത്ത് ഉന്നതമായ പദവി ഉണ്ടാകും. റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും ആ അർത്ഥത്തിൽ റബ്ബിന്റെ കലാമിനോട് കൂറുപാലിക്കുന്ന ഒരു മാനസികാവസ്ഥ പ്രദാനം ചെയ്ത് നമ്മെ എല്ലാം അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ അബദ്ധങ്ങളും അപാകതകളും പോരായ്മകളും ന്യൂനതകളും എന്തു തന്നെയാണെങ്കിലും അള്ളാഹു പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്കെല്ലാം അള്ളാഹു പരിപൂർണമായി ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.